ഇപ്പോൾ ചാരന്മാരുടെ വാർത്തയാണ് എല്ലായിടത്തും. ഇസ്രയേലിലെ ചാരന്മാർ മുഴുവൻ ഇറാനിൽ, ഇന്ത്യയിൽ ചാരവൃത്തി നടത്തി ജ്യോതി മൽഹോത്ര, കേരള സർക്കാരിൻ്റെ അതിഥി. 75 ലക്ഷം രൂപയാണ് അവർക്ക് വേണ്ടി കേരള സർക്കാർ അവരുൾപ്പെടെയുള്ള ടീമിന് വേണ്ടി ചിലവഴിച്ചു. 75 ലക്ഷം രൂപ അവർ പാകിസ്ഥാൻ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു. അങ്ങനെ ഇന്ത്യയിൽ വന്ന മറ്റൊരു ചാരൻ്റെ കഥ നമ്മൾക്കൊന്നും പറയാതെ പോകാൻ പറ്റില്ല, ജ്യോതി മൽഹോത്രയെ ഓർക്കുമ്പോൾ. അതായത് ഇറാൻ്റെ സിനിമ, ആ സിനിമയുടെയൊക്കെ പിതാവ്, ഇറാനിയൻ സിനിമയുടെ പിതാവ്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഇറാൻ്റെ മഖ്മൽ ഭാഫ് എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാവരും വലിയ ആരാധകരുണ്ട് ഇന്ത്യയിൽ ഈ മഖ്മൽ ഭാഫിന്. ഞാനും കാന്തഹാർ ഒഴിച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഇറാനിലെ ഈ ഭരണത്തിൻ്റെ കാലത്ത് നടക്കുന്ന അടിച്ചമർത്തലുകളൊക്കെ ഈ പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ ബിംബാത്മകം ഇമേജറീസൊക്കെ വെച്ച് പറയുന്ന സിനിമയാണ്. അപ്പോൾ പല തലങ്ങളുണ്ടെന്നൊക്കെ തോന്നും. അവിടെ നിന്നുള്ള അവരുടെയൊക്കെ ഫാൽക്കെ എന്ന് പറയാവുന്ന ഒരാൾ സിനിമ അവിടെ ആദ്യം ഉണ്ടാക്കിയ ആള്, അയാൾ ഇന്ത്യയിൽ ചാരനായിരുന്നു. 1936 ഇവിടെ വന്നു. അന്ന് അയാൾക്ക് 36 വയസ്സ്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അതെ. അയാള് നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയുടെ കാലത്താണ് പുറത്താക്കുന്നത്. 1946 ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് പുറത്താക്കുകയാണ്. അത് ഒരുപാട് ഇവിടെ ഷെയ്ഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനെ തുടർന്നാണ് പുറത്താക്കുന്നത്. ഇയാളെ പറ്റിയൊരു പുസ്തകമൊക്കെ ഉണ്ടാകേണ്ടതാണ്. അത് ആരെങ്കിലും ശ്രമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും. ഇയാളുടെ പേര് OG ഒഹാനിയൻ എന്നാണ്. ശരിക്കും ഇയാൾ അർമീനിയനാണ്, ഇറാനിൽ ജനിച്ചതാണ്. അർമീനിയൻ മാതാപിതാക്കൾക്ക്. OG ഒഹാനിയൻ ഇയാൾ 1936 മുംബൈയിൽ വന്നിട്ട് അന്നത്തെ വലിയ താരങ്ങളുമൊക്കെ ആയിട്ട് വലിയ ബന്ധമൊക്കെ വന്നു. ഫാൽക്കെയുമായിട്ടൊക്കെ ഇയാൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു, നമ്മുടെ സിനിമയുടെയൊക്കെ പിതാവ് എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഒവാനസ് ഗ്രിഹറി ഒഹാനിയൻ എന്നാണ് മുഴുവൻ പേര്. ഇറാനിലെ ആദ്യത്തെ സിനിമ അബി ഓർ റബി 1929-30 കാലത്ത് പിടിച്ച ആളാണ് ഇയാൾ. ആ സിനിമ എഴുതിയത്, അതിൻ്റെ സംവിധാനം, അതിൽ അഭിനയിച്ചത്, അതിൻ്റെ എഡിറ്റർ ഒക്കെ ആ കാലത്ത് ഒരു ബാലചന്ദ്ര മേനോൻ എന്നൊക്കെ പറയാം. എല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഒഹാനിയൻ. അത് കഴിഞ്ഞ് ഇയാളൊരു സിനിമ എടുത്തത് ഹാജി അക്തോറി സിനിമ 1931 എടുത്ത പടം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താടി വെച്ച ഹാജി സിനിമാ വിരുദ്ധനാണ്. ഇതൊക്കെ മനുഷ്യരെ ദുഷിപ്പിക്കും എന്ന്, സംഗീതം പോലെ ദുഷിപ്പിക്കും എന്ന് വിചാരിക്കുന്ന ഒരാൾ. അയാൾ എന്നിട്ട് നടന്ന് അയാൾക്ക് വിവരം ഉണ്ടായിട്ട് അയാൾ സിനിമയെ ആലിംഗനം ചെയ്യുന്ന, അതെ അത് ശരി, മനംമാറ്റം വരും. അതിലും ഈ ഒഹാനിയൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാശ്ചാത്യ സ്വാധീനം കൊണ്ട് ഒരു ആധുനികനായ ഒരാളുടെ വേഷമാണ് ഈ ഒഹാനിയൻ. ആട് മേയ്ക്കുന്നവരിൽ നിന്ന് മനുഷ്യനായി മാറി. ആ വേഷമാണ് അയാൾക്ക് അതിലുള്ളത്. അപ്പോൾ ഇയാളുടെ അവിടുത്തെ ഇറാനിലെ ആദ്യത്തെ സിനിമാ കമ്പനി പ്രസ് ഫിലിം സ്റ്റുഡിയോ ഇയാൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ സിനിമ സ്കൂള് ആർട്ടിസ്റ്റി സിനിമ, അതും അയാൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. സർക്കാരിന് ന്യൂസ് റീലുകൾ ഉണ്ടാക്കി ഇയാൾ കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ഘട്ടത്തിൽ ബോംബെയിലെ CIDക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നത്, ഇയാൾ ഇന്ത്യയിലെത്തിയ 1936 എത്തിയത് പറയുന്നത് മഹാമാര തുറമുഖം വഴി രഹസ്യമായിട്ട് കടക്കുകയായിരുന്നു. ഇറാനിലെ 11 വയസ്സുള്ള മകളുടെ കൂടെയാണ് കടന്നത്. കാരണം ഇയാൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിരുന്നു ആ സമയത്ത്. മകളും കൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. 1936 ജൂൺ 18 കറാച്ചിയിലെത്തി. മുംബൈയിലെ ഇമ്പീരിയൽ ഫിലിം കമ്പനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുംബൈയിൽ വന്നത്. പക്ഷെ അത് നടന്നില്ല, ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ കൊൽക്കത്തയിലേക്ക് പോയിട്ട് ഇയാളൊരു സിനിമ ആക്ടിങ് സ്കൂൾ തുടങ്ങി. അവിടെ സിനിമ പഠിപ്പിക്കുന്ന സ്ഥാപനം ഡൽഹൌസി സ്ക്വയറിൽ ഹന്ന എന്ന് പറഞ്ഞിട്ടൊരു പങ്കാളി ഉണ്ടായിരുന്നു.
1936 ഒക്ടോബർ മുതൽ 1938 മാർച്ച് വരെ ആക്ടിംഗ് സ്കൂള് അവിടെ നടന്നിട്ടുണ്ട്. 1938 മധ്യത്തിൽ വീണ്ടും മുംബൈയിലേക്ക് വന്നു ഇയാൾ. എന്നിട്ട് കൊളാബയിൽ വാൾട്ടൺ റോഡിൽ ഷിറിൻ മൻസിൽ അവിടെ താമസിച്ചിട്ട് അത് തന്നെ ഓഫീസാക്കിയായിരുന്നു പിന്നെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ. ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ രംഗത്തൊക്കെയുള്ള ആ കൂട്ടത്തിലുള്ള നടന്മാർ നടികളെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കേട്ടിരിക്കുന്ന ഫാൽക്കെയാണ്. ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇവർക്കൊക്കെ ഡോക്ടറേറ്റ് കൊടുത്ത് കാശൊക്കെ മേടിക്കുന്ന പരിപാടിയൊക്കെയാണ്. ഡോക്ടറേറ്റ് കച്ചവടം. ഫാൽക്കേക്കും ഡോക്ടറേറ്റ് കൊടുത്തു. ഫാൽക്കെ ആയതുകൊണ്ട് ഫാൽക്കെ ആദരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പേര് കിട്ടുമല്ലോ. അല്ലാതെ ഫാൽക്കെ പൈസ കൊടുക്കുന്ന പരിപാടിയൊന്നും നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമി ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി. ഇൻ്റർനാഷണൽ ഫിലിം ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എന്നൊക്കെ ഇയാൾ അവകാശപ്പെട്ടു. ഇയാളുടെ അവകാശവാദങ്ങൾ മാത്രമാണത്. ഇയാളുടെ ലെറ്റർ പാഡിൽ അതൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പ്രൊഫസർ ആൻഡ് ഡോക്ടർ ഓഫ് സിനി സയൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. സിനി സയൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് 1925 ടെഹ്റാനിൽ ഒരു റഷ്യക്കാരൻ പോൾ വി എൽബുർസ്കി സ്ഥാപിച്ച ഈ അക്കാഡമി ഓഫ് ഏഷ്യയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞിരുന്നു. ഇയാൾ അവകാശപ്പെട്ടിരുന്നു. 1940 15 വർഷത്തേക്ക് മുംബൈയിൽ താമസിക്കാമെന്ന് കരുതി വന്നതാണ്. എന്നിട്ട് ഇയാൾ ഡിപ്ലോമയും ഡിഗ്രിയൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന, ഇവിടെയും ഈ വ്യാജ ഡിഗ്രി 40,000 രൂപയ്ക്കോ 60,000 രൂപയ്ക്കോ ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടി നടത്താൻ തുടങ്ങി ഇയാൾ. എന്നിട്ട് സ്കൂൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആൾ ഇങ്ങനെ ചെയ്തതിലൊക്കെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് സംശയം തോന്നി. ഇയാൾ ഈ സിനിമ എന്നും പറഞ്ഞിട്ട് വേറെ ജോലികൾ ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ള സംശയം വന്നു. ആ സമയത്ത് ഇയാൾ ടാഗോറിന് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചു. ടാഗോറിന് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചു. പിന്നെ ഫാഷിസ്റ്റായ ഒരു ബംഗാളി മറ്റേ അക്കാദമിക്കൊക്കെയാണ് ബിനോയ് കുമാർ സർക്കാർ. അയാളിന് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചു. അയാൾ ഡോക്ടറേറ്റ് മേടിക്കുകയും ചെയ്തു ഇയാളുടെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇറാൻ കോൺസൽ മുംബൈയിലെ കെയ്വാനി എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇയാൾ ഫ്രോഡാണ്, ഇയാളുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് മുന്നറിയിപ്പൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ മുന്നറിയിപ്പ് വന്നപ്പോൾ ഈ ഡോക്ടറേറ്റ് മേടിച്ച അക്കാദമിഷ്യൻ സർക്കാരുണ്ടല്ലോ, ബംഗാളി ഫാഷിസ്റ്റ്, അയാൾ ഇറാൻ ലീഗിന് കത്തെഴുതി. ഇങ്ങനെ ഇയാൾ ഫ്രോഡാണെന്ന് ഈ കെയ്വാനി കോൺസൽ ജനറൽ പറയുന്നത് തെറ്റാണ്, ഇയാൾ മാന്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് കത്തും എഴുതി. കോൺസൽ പറയുന്നത് തെറ്റാണെന്ന്. അപ്പോൾ ഒരു ഫാഷിസ്റ്റ് ബന്ധം എവിടെയോ കിടക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. 1941 ജൂലൈയിൽ KR കാമ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോമി മേത്ത, ബിസിനസ്സുകാരനാണ്, അന്നത്തെ വലിയ ബിസിനസ്സുകാരൻ ഉൾപ്പെടെ പലർക്കും ഇയാൾ ബിരുദം കൊടുക്കുന്നൊരു ചടങ്ങ്, അതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രാധിപർ പ്രസിദ്ധീകരിക്കില്ല എന്ന് തീരുമാനിച്ചു ഈ വാർത്ത. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററെ അറിയിച്ചിരുന്നു ഇയാൾ ഫ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ ഇയാൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്ന സ്ഥാപനം ഇറാനിൽ ഇല്ല. ലെറ്റർ പാഡിൽ മാത്രമേ ഉള്ളൂ. ഇയാൾ പറഞ്ഞിരുന്ന പോലത്തെ 1936 ഒരു സാധനം പൂട്ടിയിരുന്നു അവിടെ പോലീസ്. അങ്ങനെ റഷ്യക്കാരൻ ഉണ്ടാക്കിയതൊന്നുമില്ല. 1934 തന്നെ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നത് പോലീസ് പൂട്ടിയിരുന്നു. അപ്പോൾ പോലീസ് കമ്മീഷണർ മുംബൈയിലെ 1945 ഓഗസ്റ്റിൽ ഒരു റിപ്പോർട്ട് ഓഗസ്റ്റിൽ കൊടുത്തു. അതിൽ പറഞ്ഞു 1938 ഇയാൾ വന്നത് മുതൽ ഇയാൾക്ക് തൊഴിലില്ല, മര്യാദയ്ക്കൊരു തൊഴിലില്ല. ഇയാൾ കടം വാങ്ങിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ബിരുദം വെച്ച് ജീവിക്കാം എന്നാണ് ഇയാൾ കരുതിയിരുന്നത്. അപ്പോൾ വ്യാജബിരുദ കേസും ഇയാൾക്കെതിരെ വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പരാതികൾ പോലീസിൽ വന്നു. അതൊരു മുൻ റഷ്യൻ ചാരൻ, പിന്നെ ഇറ്റലിക്ക് ചാരപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ, ഇവർ രണ്ടുപേരുമാണ്. ചെക്കോസ്ലോവാക്യക്കാരിയാണ് ആ സ്ത്രീ, വിവാഹമോചിതയായിരുന്നു,
ഇറ്റലിക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു. ആ രണ്ടുപേരും ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു മുമ്പ്. ഇവരെന്തോ സാമ്പത്തിക തർക്കത്തിൽ അകന്നു പോയിട്ട് ഇവർ രണ്ടുപേരും പോലീസിൽ ഇയാൾക്കെതിരെ വ്യാജബിരുദം എന്ന് പറഞ്ഞൊക്കെ പരാതി കൊടുക്കുകയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. ഇയാൾ താമസിച്ചുകൊണ്ടിരുന്ന മജസ്റ്റിക് ഹോട്ടലിൽ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ വാടക കൊടുക്കാതായി. പിന്നെ അവരുമായിട്ടൊക്കെ തർക്കം വന്നു. ഇയാൾ കുറേ ചെക്കുകളൊക്കെ കാണിച്ചു കൊടുത്തു, എനിക്ക് പൈസ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മോൻസൺ മാവുങ്കലും ഒക്കെ ചെയ്തിരുന്നില്ലേ, അതുപോലെ ഇയാൾ പണം ചാരനായിരുന്നോ ചോരനായിരുന്നോ? എന്നിട്ട് പട്യാല രാജാവിനെ പോയി കണ്ടു. പട്യാല രാജാവ് ഇയാളിൽ വിശ്വസിച്ചു. ഈ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി ഡൽഹിയിൽ, എന്നിട്ട് പറഞ്ഞു പലതരം ആയുധങ്ങൾ എനിക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും, നമുക്ക് ജർമ്മനിയെ ശരിപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടാളത്തിലൊക്കെ പോയി. പക്ഷെ പട്ടാളം ബ്രിട്ടീഷ് പട്ടാളമല്ലേ, അവർ വിശ്വസിക്കുകയൊന്നും ചെയ്തില്ല, അവരതിൽ ചെന്ന് പെട്ടതുമില്ല. 1942 ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ഇയാളെ പുറത്താക്കാന്നൊക്കെ തീരുമാനിച്ചു. യുദ്ധകാലമാണ്. കൽക്കട്ടയിൽ ഇയാളപ്പോൾ ഇൻ്റർനാഷണൽ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. മാത്രമേ കാണത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഫത്തിദ എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സ അക്യുപങ്ചറൊക്കെ പോലെ നടത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് സത്താറയിൽ ഈ തടവ് ക്യാമ്പിൽ കൊണ്ടുപോയി ഇട്ടു. സത്താറയിൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തിട്ട് 42. അപ്പോൾ ഇയാൾ പിന്നെ പറയുന്നത് ടെഹ്റാനിലെ അർമേനിയക്കാരനായ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചതാണ്. തുർക്ക്മെനിസ്ഥാനിലെ പരുത്തി ഫാക്ടറി ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. മിലിറ്ററി സീക്രട്ട് സർവീസിൽ തുർക്ക്മെനിസ്ഥാനിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ ഇയാൾ മൊഴി കൊടുത്തിരുന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ. എന്തായാലും അയാളെ SS ബെർണാല എന്ന് പറഞ്ഞ കപ്പലിൽ അയാളെ പറഞ്ഞു കയറ്റി വിട്ടു. 1946 സെപ്റ്റംബർ 5-നാണ് ഇയാളെ കയറ്റി വിട്ടത്. ഗൊറം ഷഹറിലേക്കാണ് ഇയാളെ കടത്തി വിട്ടത്. ഗൊറം ഷഹർ ഈ ഇറാൻ്റെ മേഖലയിൽ തന്നെ, അവിടുന്ന് ഇറാനിലേക്ക് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇയാളെ കയറ്റി വിട്ടു. പക്ഷേ ഇയാൾ ശരിക്കും ആരുടെ ചാരനാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ഇനിയൊരു പുസ്തകമൊക്കെ ആളെങ്കിലും എഴുതുമ്പോൾ വേണമെങ്കിൽ ഇയാൾ ജർമ്മനിയുടെ ചാരനാകാം, ഇയാൾ റഷ്യയുടെ ചാരനാകാം. അതെ, ഇയാൾ പോയി ചെന്ന് കയറിയ സ്ഥലങ്ങൾ നോക്കൂ. ആർമി ക്യാമ്പ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ കയറി പറ്റണമെന്ന് പുള്ളിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒരു വട്ടം കളിയല്ല. ബ്രിട്ടന് പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കണം ഇയാൾ മിക്കവാറും. അങ്ങനെയാണെങ്കിൽ ജർമ്മനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതോ, കാരണം വേറെ 2 ചാരന്മാരുമായിട്ടൊക്കെ അയാൾക്ക് ബന്ധമൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് അവിടുത്തെ സിനിമയുടെ പിതാവാണെന്നുള്ളൊരു മേൽവിലാസം 2 സിനിമ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങോട്ട് കയറ്റി വിടുക എന്നുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ബ്രിട്ടൻ അന്ന് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് ആർക്കൈവ്സ് ഒക്കെ തപ്പി എന്തെങ്കിലും പുറത്തു വരണം. ഇനി ഒരു പുസ്തകമൊക്കെ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഒരാൾ ഗവേഷണം നടത്തി കൊണ്ടുവരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.